നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ട്രോളിന് വിധേയനാകുന്ന ഒരു മന്ത്രിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ അതാരാണ് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതെ, സാക്ഷാൽ സുരേഷ് ഗോപി, തൃശ്ശൂർക്കാരുടെ അഭിമാന സ്തംഭം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇപ്പോൾ കാരണം പല പല കാരണങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിയെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ദേശീയ പതാകയുമായി സുരേഷ് ഗോപി നടന്നു വരുന്ന ഒരു ഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. നടന്നു വരുന്നതിൻ്റെ വീഡിയോ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും അതിനെ പല രീതിയിലാണ് ട്രോളിയിട്ടുള്ളത്. അദ്ദേഹത്തെ പല രീതിയിൽ കളിയാക്കിക്കൊണ്ട് തന്നെയാണ്. കാര്യം ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലെ ഒരാൾ ദേശീയ പതാകയും കൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന് ഷോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപി ഇവിടുന്ന് സ്ഥാനാർത്ഥിയായ കാലം മുതൽ അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തതിന് ശേഷം സുരേഷ് ഗോപിയുടെ നടത്തത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് തോന്നുന്നത്. പലരും പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന് തലയ്ക്ക് എന്തോ കാര്യമായി സംഭവിച്ചു എന്നുള്ളത്. അതായത് ഇടയ്ക്കൊരു ട്രോള് വന്നു. ഇപ്പം മണിച്ചിത്രത്താഴിൻ്റെ ഒരു പുതിയ കാലമാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ഗംഗ എന്ന് പറയുന്ന നായിക തിരിച്ചു വരുമ്പോൾ ഗംഗയുടെ നകുലൻ സത്യത്തിൽ ഏത് അവസ്ഥയിലാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാനാണ് പലരും ഒരു ട്രോളായിട്ട് എഴുതുന്നത്. കാര്യം ഗംഗയ്ക്കായിരുന്നു അന്ന് സൈക്കിക് ഡിസോർഡർ ഉണ്ടായിരുന്നത്. അതേസമയം ഇന്ന് അത് നേരെ തിരിച്ചങ്ങ് അറം പറ്റിയതുപോലെ ആയിപ്പോയി എന്ന് പലരും പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനാണ് ഇപ്പോൾ നകുലനാണ് ശരിക്കും ഈ സൈക്കിക് ഡിസോർഡർ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ട്രോളർമാരുടെ ഒരു പരിഹാസം. അതൊക്കെ കൊള്ളാം. അല്ലാതെ തന്നെ ആ രീതിയിലുള്ള ട്രോളുകളെ വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിയായതിനു ശേഷവും BJPയിൽ അംഗത്വം എടുത്തതിന് ശേഷവും എല്ലാത്തിനോടും അല്ലെങ്കിൽ MP ആയതിനു ശേഷം എല്ലാത്തിനോടും ഒരു പുച്ഛമാണോ, അതുമല്ലെങ്കിൽ എല്ലാത്തിനോടും ഞാനാണ് ഇവിടുത്തെ ഒരു അധികാരി എന്നുള്ള ഒരു താൻ പോരിമ മനോഭാവം വല്ലതുമാണോ എന്നുമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കാര്യം അതുപോലെയാണ് പെരുമാറ്റം. അടുത്ത ദിവസങ്ങളിൽ ഇദ്ദേഹം പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മുണ്ടൊക്കെ എടുത്ത് തോളിലൊരു ഷാളൊക്കെ ഇങ്ങനെ പുതച്ചുകൊണ്ട് അതിനെ ഒരു രാജകീയ പ്രൗഢിയോടുകൂടി ഇങ്ങനെ നടക്കുന്ന രീതിയാണ്. അപ്പോൾ അതിലൊരാൾ ഇങ്ങനെ പാവം വഴിയൊരുക്കാറുണ്ട് പോയപ്പോഴും രാജാവിൻ്റെ മുഖത്തിനേരെ കയ്യോ എന്നും പറഞ്ഞിട്ട് ആ കൈ തട്ടി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു മുതിർന്ന നേതാവാണ് MT രമേശ് എന്ന് പറയുന്ന, നമുക്കറിയാം, ഒരു BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഒടുവിൽ തേപ്പിലേക്ക് പോയി തേച്ചൊട്ടിച്ചൊരു വശത്താക്കിയിട്ടിരിക്കുന്ന ഒരു BJP നേതാവാണ് ഈ പറയുന്ന ഇദ്ദേഹം, ഈ MT രമേശ് എന്ന് പറയുന്നത്. ആ MT രമേശിനെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് രാജാവ് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് സുരേഷ് ഗോപി. MT രമേശ് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരാളോട് പറയുന്നുണ്ട്, അതായത് സുരേഷ് ഗോപിയോട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ എന്തോ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. സുരേഷ് ഗോപി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാര്യം താൻ രാജാവാണല്ലോ, എൻ്റെ പ്രജകളെ കുറിച്ചാണല്ലോ ചിന്തിക്കേണ്ടത്. അദ്ദേഹം തൻ്റെ ഉള്ളിലൊരു രാജാവ് ഉണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പ്രജകളാണ് തൃശ്ശൂർക്കാർ എന്ന് പറയുന്നതിനകത്ത് തന്നെ ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം പുതിയതായി ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. സിനിമയാണ് എൻ്റെ പാഷൻ, ഞാൻ സിനിമയിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സിനിമ എന്ന് പറയുന്നതിൽ അഭിനയിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് വെച്ച് കളയും. ഇത് കൊള്ളാമല്ലോ. ഇദ്ദേഹത്തിനെ ജയിപ്പിച്ചെന്തിനാ? MP ആവാൻ. MP ആകുന്നതിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ജയിച്ചാൽ ഞാൻ കേന്ദ്രമന്ത്രി. അന്ന് നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ ഇവിടെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെയുള്ള ഏകദേശം 20 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളും അവരുടെ ടാഗ് ലൈൻ കേന്ദ്രമന്ത്രി എന്നായിരുന്നു. അല്ലെ, കേന്ദ്രമന്ത്രിയെ കിട്ടാൻ വേണ്ടി ഇന്നാളെ വിജയിപ്പിക്കുക, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ചിലർ പറയുന്ന കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഇന്നാളെ കുടം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അവരുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാ സ്ഥാനാർത്ഥികളെയും, എല്ലാ BJP സ്ഥാനാർത്ഥികളും വിജയിച്ചാൽ കേന്ദ്രമന്ത്രി, അതായിരുന്നു കൊടുത്തുറപ്പ്. അല്ലെ, ആ ഉറപ്പിൽ പലപ്പോഴും പലയിടത്തും വോട്ട് തിരിമറി നടന്നിട്ടുണ്ട്. കാര്യം അത്തരത്തിൽ ചില വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് കേന്ദ്രമന്ത്രിയാവും അപ്പം സാധാരണ ആൾക്കാരെന്താ ചിന്തിക്കുന്നത്, ഈ ഒരു കേന്ദ്രമന്ത്രി വരാൻ പോകുന്നു. ആ രീതിയിലൊരു അബദ്ധവും പറ്റി. പിന്നെ തന്നെയല്ല, തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാരും പാലം വലിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം സുരേഷ് ഗോപി ഇപ്പം ഒരു വലിയ ആളായി. അല്ലെ, ലൂർദ് മാതാവിന് ചെമ്പ് കൊടുത്ത് പറ്റിച്ചതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒന്നും അല്ല സത്യത്തിൽ നടന്നത്.
അത് കോൺഗ്രസ്സുകാർ പാലം വലിച്ചു. അതുകൊണ്ട് സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു MP BJPക്ക് ഉണ്ടായി. അത് മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയാണ് എൻ്റെ പാഷൻ. അപ്പം സിനിമയിൽ അഭിനയിക്കണമെന്നാണ് അമിത്ഷാ എടുക്കുക ചെന്ന് പറഞ്ഞു പോലും. അതിന് കുറേ കണക്കിന് പേപ്പറുകൾ, നിവേദനങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഇന്ന സിനിമകളൊക്കെ ഉണ്ട്, എനിക്ക് 10-12ഓളം സിനിമകൾ ഞാൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതിനകത്തൊക്കെ എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് പേപ്പർ കൊണ്ട് അമിത്ഷായുടെ കൈ കൊടുത്തപ്പോൾ അമിത്ഷാ ഇതെല്ലാം കൂടെ നോക്കുക പോലും ചെയ്യാതെ എടുത്തൊരു ഒറ്റ ഏറായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം അമിത്ഷായ്ക്ക് താല്പര്യമില്ല. കാര്യം സുരേഷ് ഗോപിയെ പോലെ എഫിഷ്യൻ്റായിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയെ നഷ്ടപ്പെടുത്താൻ തൽക്കാലം അമിത്ഷായ്ക്ക് സൗകര്യമില്ല. തനിക്ക് ഒപ്പം എപ്പോഴും ഈ പറയുന്ന സുരേഷ് ഗോപി ഉണ്ടാകണം. നമുക്കറിയാമല്ലോ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവണമെങ്കിൽ തനിക്കൊപ്പം 5 മന്ത്രിമാരെങ്കിലും വേണം. തൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 5 മന്ത്രിമാർ വേണം. എങ്കിലേ താൻ MP ആവൂ. തൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കാൻ 5 മന്ത്രിമാരെങ്കിലും വേണമെന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ സുരേഷ് ഗോപി ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറിപ്പോയത്. എന്നിട്ട് ഇപ്പോൾ അങ്ങനെ മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ എനിക്ക് തൃശ്ശൂർക്കാരുടെ ഒപ്പം നിൽക്കാൻ കഴിയും. എനിക്ക് ചരിത്രപരമായൊരു വിജയം സമ്മാനിച്ച തൃശ്ശൂർക്കാരുടെ ഒപ്പം നിൽക്കാൻ കഴിയും. എന്താ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അത് പറ്റത്തില്ലയോ? മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവരെ സേവിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ മന്ത്രിസ്ഥാനം കളഞ്ഞു കുളിച്ചിട്ട് ഈ വെറും ഒരു MP ആയി വന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നതാണോ നല്ലത്? അല്ല. പിന്നെ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വാക്കെന്തായിരുന്നു? അവരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി നടത്തിയ വെറും ഗിമിക്സ് മാത്രമായിരുന്നു ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത് ചിന്തിക്കണം. അല്ലേ? സിനിമ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഷനാണെന്നാണ് പറയുന്നത്. അതെ, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭരത്ചന്ദ്രൻ IPS എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു വേഷം, ഷാജി കൈലാസിൻ്റെയും രഞ്ജി പണിക്കരുടെയും കൂട്ടായ്മയിൽ ഇറങ്ങിയ ആ ഒരു വേഷമാണ് ശരിക്കും സുരേഷ് ഗോപിയെ ഈ മലയാള സിനിമ ഫീൽഡിൽ പിടിച്ചു നിർത്തിയത്. കളിയാട്ടം പോലുള്ള മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം വരെ ലഭിച്ചതാണ്. പക്ഷേ പിന്നീട് സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 2014 മുതൽ ഇങ്ങോട്ട് ഏകദേശം 10 വർഷക്കാലം സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകളെല്ലാം അട്ടർ ഫ്ലോപ്പുകളായിരുന്നു എന്ന് പറയും. 2014 സലാം കാശ്മീർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ എന്ത് നേട്ടമാണ് ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയത്? ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. ഒരു മനുഷ്യൻ പോലും സലാം കാശ്മീർ കണ്ടില്ല. അതിനകത്ത് നിന്ന് ആകപ്പാടെ ഒരു ഗുണം കിട്ടിയത് ജയറാമിൻ്റെ ഏറ്റവും മികച്ച റിയാക്ഷനുകളിൽ ഒന്നായിട്ട് നമ്മൾ മീമുകളിലും ട്രോളുകളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ജയറാം ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്, ഇത് വേറെ ഏതോ ഇൻ്റലിജൻസ് വിങ്ങിൽ ഉള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ ജയറാം ഇങ്ങനെ കോരിത്തരിച്ച് നിൽക്കുന്ന ആ ഒരു ഫ്രെയിം അല്ലാതെ സലാം കാശ്മീരിൽ നിന്ന് മലയാളിക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല. ട്രോളന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ ഷോട്ട് മാത്രമാണ് ട്രോളന്മാർക്ക് കിട്ടിയിട്ടുള്ളത്, അല്ല വേറൊന്നും കിട്ടിയിട്ടില്ല. മേഹു മൂസ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിരുന്നു. എവിടെയോ പോയിട്ട് ജയിലിൽ കിടന്ന് മരിച്ചു, പിന്നെ അത് തിരിച്ചു വരുന്നു. എന്ത് അട്ടക്കൂറ പടമായിരുന്നു നമുക്കറിയാവുന്നതാണ്. ആ സിനിമ കണ്ടവരൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില സിനിമകളുണ്ട്, ഈ പറയുന്ന പോലെ വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അത് വലിയ കൊട്ടിഘോഷിച്ചിറങ്ങിയതാണ്. ഏകദേശം സുരേഷ് ഗോപിയും ഈ പറയുന്ന നകുലന് പിന്നെ ഈ പറയുന്ന പോലെ ഗംഗയും വീണ്ടും ഒന്നിച്ച ഒരു ചിത്രമായിരുന്നു എന്ന് വേണേൽ പറയാം. അതായത് ശോഭനയും സുരേഷ് ഗോപിയും വീണ്ടും ഒന്നിച്ച ഒരു സിനിമ വരനെ ആവശ്യമുണ്ട്. പക്ഷെ അത് കൊള്ളാം, കണ്ടിരിക്കുക. കാര്യം 2 പിള്ളേർ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ്. ആ കല്യാണി പ്രിയദർശനും ദുൽഖർ സൽമാനും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. അവർ സ്കോർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ വന്നു പോകുന്ന ഒരു ക്യാരക്ടർ, അത് ഒരു സൈക്കോസിസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രൂപമായി മാറുകയാണ്. പല അവസ്ഥാന്തരങ്ങളുള്ളതിൽ ഒരു അവസ്ഥാന്തരം അതിനകത്ത് കാണിക്കുന്നു എന്ന് മാത്രമാണ്. പിന്നീട് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ, അതും അട്ടർ ഫ്ലോപ്പായിരുന്നു. അത് ബിജു മേനോൻ്റെ, ശരിക്കും അതിലേക്ക് ബിജു മേനോനാണ് അതിനകത്തിലെ കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നായക നടൻ എന്ന് നമുക്ക് പറയാം. കാവൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അല്ലേ, നമുക്കറിയാം നിരവധി സിനിമകളുണ്ട്. കാവൽ എന്ന് പറയുന്ന ഒരു സിനിമ, പാപ്പൻ ഇറങ്ങി. അല്ല, ഇങ്ങനെ കുറേ സിനിമകളൊക്കെ സുരേഷ് ഗോപിയുടെ ആയി വന്നു പോയി. അതൊന്നും തിയേറ്ററിൽ ഒരു മനുഷ്യൻ പോലും കണ്ടിട്ടില്ല. അതിൻ്റെയൊക്കെ അർത്ഥം സുരേഷ് ഗോപി ഒരു നടൻ എന്നുള്ള നിലയിൽ പലതും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതൊക്കെയോ കുറേ സിനിമകൾ ഹിറ്റായി. അതൊക്കെ പോലീസ് വേഷത്തിൽ യൂണിഫോം ഇട്ടുകൊണ്ട് വരാം. നമുക്കറിയാം കിങ് ആൻഡ് ദി കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ, സുരേഷ് ഗോപിയുടേത് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവസാനമായി ഒരു ഹിറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ. അത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൂടെ ഒരുമിച്ച്. എന്നിട്ടും അത് ബോക്സ് ഓഫീസിൽ വലിയ വിജയവും നേടിയില്ല. കിങ് എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം പാർട്ടായിട്ട് വന്ന സിനിമയാണത്. അതിൽ രഞ്ജി പണിക്കർ ഇവരെ 2 പേരെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. കിങ് ആയിട്ടുള്ള തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനെയും ഈ പറയുന്ന ഭരത്ചന്ദ്രൻ IPSനെയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു സിനിമ ഇറക്കിയിരുന്നു. എന്നിട്ടും ആ സിനിമ അത്ര കണ്ട് വലിയ വിജയം, കിങ്ങിനെ പോലെ ഒരു വലിയ വിജയമായി തീരുകയോ ഭരത്ചന്ദ്രനെ പോലെ ഒരു വലിയ വിജയമായി തീരുകയോ ഒന്നും ചെയ്തില്ല.
അപ്പോൾ സിനിമ അഭിനയം പാഷനാണ് എന്നൊക്കെ പറയുമ്പോഴും സുരേഷ് ഗോപി എന്നുള്ള ആള് IG എന്നൊക്കെ പറഞ്ഞ് പടം ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിരുന്നുണ്ട് ഈ സാധാരണ കൊച്ചു പിള്ളേർ പടം പിടിക്കുമ്പോൾ അവിടെ പോകുന്നുണ്ട്, ഈ വലിയ വായിൽ അവിടെ നിന്നുണ്ട്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് സുരേഷ് ഗോപി. ഞാൻ ഇതും കൂടെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഡയറക്ടറുടെ കുപ്പായം കൂടി സുരേഷ് ഗോപി എടുത്ത് അണിയാറുണ്ട് എന്നാണ് പലതും കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനിൽ നിന്ന് ഇനിയും എന്ത് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ആ നടൻ ഇനിയും പറയുന്ന അദ്ദേഹം പറയുന്ന ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ സെപ്റ്റംബർ മാസത്തോടു കൂടി ആരംഭിക്കുമെന്ന് പറയുന്നത്, എനിക്ക് അടുത്ത മാസത്തോടു കൂടി. ആ സിനിമ ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജീപ്പിൻ്റെ മേളിൽ കയറി എന്നിട്ട് സീട്ട് വലിക്കുന്ന പടമൊക്കെ നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നുള്ള നിലയിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എത്രത്തോളം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ കൺസീവ് ചെയ്യും എന്നുള്ള കാര്യം അറിയത്തില്ല. അല്ലെ ഒറ്റക്കൊമ്പനെ ഇനി സുരേഷ് ഗോപി ഇനി ഭരചന്ദ്രനായിട്ട് അവതരിപ്പിക്കും, അത് വേറൊരു കാര്യം. സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയാണ്. സമർണി ബദ്ലഹേം ഒക്കെ പറയുന്ന ഒരുപാട് നല്ല സിനിമകൾ സുരേഷ് ഗോപിയുടെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ട്രാക്കിലല്ല സുരേഷ് ഗോപി ഇപ്പോഴുള്ളത്. സുരേഷ് ഗോപിക്ക് ഇനി ഇപ്പോൾ ഒരു മാടമ്പിത്തരമൊക്കെ കാണിക്കാൻ പറ്റി. ഇനിയിപ്പോൾ രാജാപ്പാർട്ട് വേഷങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കുറച്ചുകൂടെ ഇണങ്ങുന്നത്. പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും സിനിമാഭിനയം ഒരു നടൻ എന്നുള്ള നിലയിൽ മികച്ച നടൻ എന്നുള്ള ഒരു ദേശീയ പുരസ്കാരം വരെ നേടി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും നടൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ കേരളത്തിലുള്ള പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ടും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ വേണ്ടത്ര അംഗീകരിക്കാത്തത് കൊണ്ടും സുരേഷ് ഗോപി അഭിനയത്തിലേക്ക് തിരിയുന്നതാവും നല്ലത്. പക്ഷേ അങ്ങനെ അഭിനയത്തിലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു മൃഗീയ ഭൂരിപക്ഷം തന്ന് ഈ സ്ഥാനത്തേക്ക് എത്തിച്ച ജനങ്ങളെ കൂടി പരിഗണിക്കണം. അഭിനയിക്കേണ്ട എന്ന് പറയുന്നില്ല, ഞാൻ അതിനുവേണ്ടി എൻ്റെ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നൊക്കെ വീരവാദം മുഴക്കുമ്പോൾ നിങ്ങളെ ഇവിടെ വോട്ട് ചെയ്ത് MP ആക്കി അവിടെ നിന്ന് മന്ത്രിയാക്കിയിട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഈ തൃശ്ശൂർക്കാർ പൊതുവെ നിഷ്കളങ്കരാണ്. അപ്പോൾ അവരെ പറ്റിച്ചിട്ട് പോയി സിനിമയിൽ അഭിനയിച്ച് വിജയം കൊയ്യാമെന്നും മന്ത്രിസ്ഥാനം കളയാമെന്നും ഒക്കെ ധാരണ സുരേഷ് ഗോപിക്ക് ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം സുരേഷ് ഗോപി ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്, അതിൻ്റെ കുറവൊന്നുമില്ല, അത് വേറൊരു കാര്യം. സുരേഷ് ഗോപിയെ ഇനി ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും നമ്മൾ കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. കാര്യം സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഒരു സക്സസ്ഫുൾ സിനിമ പോലും മലയാളത്തിന് സമ്മാനിക്കാൻ കഴിയാത്ത ഒരേ ഒരു നടനാണ് സുരേഷ് ഗോപി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.